ചില മനുഷ്യർ കഥകൾ പറയാറില്ല, അവർ കഥകളെ ദൃശ്യാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സംവിധായകനായും അഭിനേതാവായും 45ഓളം വർഷം സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രഗത്ഭനായ ഛായാഗ്രഹകൻ ശ്രീ വിപിൻ മോഹൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് ഇഗ്നൈറ്റ് വൈബ്സിൻ്റെ ഓണം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സാറിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ഓണം എന്ന് പറയുന്നത് ഏതാണ് സർ? സെറ്റിലെ ഒരു ഓണം? അങ്ങനൊരു സംഭവം, സിനിമ എന്ന് പറയുന്നത് തന്നെ അത് സ്നേഹവും ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ ചേർന്നതല്ലേ. അപ്പോൾ സ്നേഹം മാത്രമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ അത് പറയാൻ പറ്റുപോയി. കാരണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണ്. ഓണം വന്നു എന്ന് എല്ലാവരും പറയുന്നതന്നെ. ഓണം വന്നിട്ട് എന്താ ചെയ്യാൻ പോണ്? ഒന്നും ചെയ്യുന്നില്ല ആരും. ഓണം വന്നാൽ നമ്മൾ ഷൂട്ട് ചെയ്യും, പിന്നെയും വേറെ ഷൂട്ടിങ്ങിന് തന്നെ വീണ്ടും പോവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഓണക്കാലത്ത് ചോറ് കിട്ടാറില്ല എന്ന് ഞങ്ങൾ പറയും. ചില ഓണക്കാല സമയത്തായിരിക്കും തിരക്ക് മുഴുവൻ വരുന്നത്. ആ സമയത്ത് എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഓണം എന്ന് പേര് മാത്രമേ ഉള്ളൂ ഓണം എന്ന്. നമുക്കൊന്നും ഓണം ഇല്ല സത്യം പറഞ്ഞാൽ. വഴിയിൽ വെച്ച് ഏതെങ്കിലും ഓരത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഓണ സംഭവങ്ങൾ വല്ലതും ഉണ്ടോ സർ സെറ്റുകളിൽ? എനിക്കൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് പട്ടണത്തിൽ സുന്ദരൻ. അതിൻ്റെ ഓണം അന്ന് സെറ്റിലായിരുന്നു. അന്ന് സെറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് മറന്നിട്ടൊന്നും. ദിലീപ് നവ്യ നായരും എല്ലാവരും ദിലീപ് നവ്യ നായരും ഒക്കെ. കാരണം ഒരു ഡിഫറൻറ്റ് സിനിമയായിരുന്നു അത്. നന്നായിട്ട് ഓടും എന്ന് വിചാരിച്ചു, പക്ഷെ നന്നായിട്ട് ഓടിയില്ല. അത് കാശ് കിട്ടിയതെന്തോ എനിക്ക് അറിഞ്ഞൂടാ. കാശ് കിട്ടിയെന്നും പറയണം, കിട്ടിയില്ല എന്നും പറയണം. കാരണം അത്രയൊന്നും വലിയൊരു പ്രൊഡ്യൂസറൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും പട്ടണത്തിൽ സുന്ദരൻ ഉണ്ടാവും, തീർച്ചയായിട്ടും. സാർ, ഈ സിനിമയുടെ തിരക്കേറിയ സമയത്തപ്പോൾ വീട്ടിൽ ഓണം ആഘോഷിക്കാറില്ലായിരുന്നോ? ഉണ്ട്. ഓണത്തിന് സാർ വീട്ടിലെത്താറുണ്ടോ? ഉണ്ട്, എത്താൻ ശ്രമിക്കാറുണ്ട്. അതേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഷൂട്ടിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. അന്ന് ഷൂട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് ഇപ്പോൾ ഇതേമാതിരി ഏതെങ്കിലും ഇൻ്റർവ്യൂ എടുക്കണം ആരുടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓണം പോയി കിട്ടുകയും. സർ, 4 വയസ്സിൽ സാർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. എന്നിട്ട് 100ഓളം സിനിമകളിൽ സാറ് ക്യാമറ ചലിപ്പിച്ചു. ആ അഭിനയത്തിൽ നിന്ന് ക്യാമറയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു രീതി ഉണ്ടല്ലോ സാർ, അതെങ്ങനെയായിരുന്നു? അതാണ് ആക്സിഡൻ്റൽ എന്ന് പറയുന്നത്. ആ 4 വയസ്സിൽ സാറ് അഭിനയിച്ച സിനിമ നീലക്കുയിൽ. അതിൽ നിന്ന് എങ്ങനെയാണ് സാർ പിന്നെ ക്യാമറയിലെ ആ ലോകത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അതൊന്നും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലെ ഒന്നും തന്നെ നമ്മളെല്ലാം നിശ്ചയിക്കുന്നു. നമ്മുടെ പിന്നാലെ ഒരാൾ ഇരുന്ന് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ പറയും ഇന്ന സ്ഥലത്ത് പോകും, അവിടെ പോയി ഇത് ചെയ്യുക, അത് പ്രകാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ വേറെ ഒന്നും ഇല്ല. സാർ, ഈ നീലക്കുയിലിൽ സാറ് ബാലതാരമായി എത്താനുള്ള അത് എല്ലാവർക്കും എപ്പോഴും സംശയമുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ശരിക്ക് ജനിച്ച് വളർന്ന സ്ഥലം തൃശ്ശൂരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും തൃശ്ശൂർ തന്നെയാണ്. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അവിടെയായിരുന്നു. ചേച്ചി പാട്ട് പാടുമായിരുന്നു, സുലോചന എന്ന പേര്. സുലോചന ചേച്ചി പാടാൻ വേണ്ടിയിട്ട് അന്ന് ഈ തൃശ്ശൂർ സിനിമ എന്ന് പറഞ്ഞാൽ അത് ശോഭന സ്റ്റുഡിയോസിൻ്റെ അവിടെ. ശോഭന പരമേശ്വരൻ നായർ കേട്ടിട്ടില്ല? അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട് ഭാസ്കരൻ ചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിയുടെ ഒരു ഇതിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചിയെ പാട്ട് പാടാൻ വിളിക്കാൻ വന്നാണ് അവർ. ഞങ്ങളന്ന് താമസിക്കുന്നത് പാട്ടുരായ്ക്കൽ എന്നുള്ള സ്ഥലത്താണ്. തൃശ്ശൂർ ജംഗ്ഷനാണ് പാട്ടുരായ്ക്കൽ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ചേച്ചിയെ പാട്ട് പാടാൻ വിളിക്കാൻ വന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചു, ഇവനെ സിനിമയ്ക്ക് വിടുമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, അവന് സിനിമയും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, അവനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ കൂടെ വിടുമോ ചോദിച്ചു. നിങ്ങളുടെ കൂടെ വിടാനൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമയുടെ അകത്ത് കയറി പോകുന്നത്. അതായത് ഓടുന്ന ബസ്സിൽ ചാടി കയറിയ മാതിരിയാണ്. പെട്ടെന്ന് നിങ്ങൾ സിനിമയുടെ അകത്തായിപ്പോയി. അവിടുന്ന് നേരെ പിന്നെ പോയത് മദ്രാസിലാണ്, വാഹിനി സ്റ്റുഡിയോസ്. അന്ന് വാഹിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഒരു ഫ്ലോറും ഒക്കെയാണ്. ഫ്ലോർ നമ്പർ 9, എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ഈ സിനിമയുടെ അകത്ത് കയറിയപ്പോൾ എനിക്കും അറിഞ്ഞുകൂടത് എന്താണ് സിനിമ, ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്നും അറിഞ്ഞോളൂ. ഞാനതൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വായി നോക്കി നിൽക്കുക എന്നല്ലാതെ. പക്ഷേ സ്ലോലി അതങ്ങ് സിനിമയുടെ അകത്തേക്ക് വന്നു. അകത്തേക്ക് വീണു. വന്നു എന്ന് പറയാൻ പറ്റില്ല. സർ, മധു അമ്പാട്ട് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു തുടക്കം. മധു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അന്നും അതെ, ഇന്നും അതെ, എപ്പോഴും അതെ. മധുവാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ ചിറ്റൂർ എന്നുള്ള സ്ഥലത്താണ്. എൻ്റെ അമ്മയുടെ സ്ഥലമാണ് ചിറ്റൂർ. ആ സമയത്ത് അമ്മ മരിച്ചിട്ട് ഞങ്ങൾ ഈ നാട്ടിലേക്ക് ചിറ്റൂരിലേക്ക് വന്നു. അവിടെ ഒരു 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 കുഗ്രാമമാണ് അത് ശരിക്കും പറഞ്ഞാൽ. വലിയ അത്ഭുതം, പക്ഷേ ഒരുപാട് ജന്മികളുള്ള സ്ഥലമാണ്. മധുവിൻ്റെ വീട് അമ്പാട്ട്. മധുവിൻ്റെ തറവാടാണ് അമ്പാട്ട്. മധുവിൻ്റെ സിസ്റ്ററാണ് വിധുബാല. മധുവിൻ്റെ അച്ഛൻ ഭാഗ്യനാഥ്, അമ്മ സുലോചന. ഇങ്ങനെയുള്ളൊരു കുടുംബമാണ്. മധുവും ഞാനും അങ്ങനെ സുഹൃത്തുക്കളായി, വളരെ അടുത്ത സുഹൃത്തുക്കളായി. പിന്നെ മധുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പോവും. അങ്ങനെ ഞാൻ എങ്ങനെയാണ് ഈ സിനിമയുടെ അകത്ത് കയറി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞു. അതൊരു നിമിത്തമായിരുന്നു മധു സാറിനെ കാണാനും ആ ഒരു കൂട്ടുകെട്ട്. തീർച്ചയായിട്ടും മധുവിനെ കാണാനും ആ കൂട്ടുകെട്ടായി. ഇന്നും അതെ. മധു എവിടെന്നെങ്കിലും വിളിച്ചാൽ അതിനുശേഷം ഞാൻ മധുവിൻ്റെ കൂടെ ലണ്ടനിൽ പോയി, ക്യാമറാമാനായിട്ട് ശേഷം ലണ്ടനിൽ പോയി. അതൊക്കെ ഓരോ അത്ഭുതങ്ങളല്ലാതെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുന്നു. ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട് വേറെ ആൾ, അതെടുത്ത് വായിക്കുക വേണ്ടു ഇടയ്ക്കിടയ്ക്ക്. സാർ, ആദ്യമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത ക്യാമറ വർക്ക് ഏതായിരുന്നു സാർ? ആ പടം ഇറങ്ങിയിട്ടില്ല. സന്നാഹം എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടായിരുന്നു. ഒരു നക്സൽ വഴി മുന്നോട്ട് വന്ന ഒരാളാണത്. യു ഫൽഗുനൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു 100% സിനിമക്കാരനാണ്. സിനിമ എഴുതാനും പിടിക്കാനും ഒക്കെ അയാൾക്ക് ഭയങ്കര താല്പര്യമാണ്. അയാളാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. സന്നാഹം കഴിഞ്ഞിട്ട് പിന്നെ 3-4 സിനിമ കൂടെ ഞാൻ ചെയ്തായിരുന്നു. അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എല്ലാം അന്ന് കളർ വരുന്നതേ ഉള്ളൂ. കൊമേഴ്ഷ്യലി വിപിൻ മോഹൻ സാർ അറിയപ്പെട്ടു തുടങ്ങിയത് ഏത് സിനിമകൾ തൊട്ടായിരുന്നു? സിനിമ അന്ന് ആ സമയം സിനിമ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിന്ന് കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ സമയത്ത് സിനിമ ശരിക്ക് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. മധു എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, എൻ്റെ ഗുരുവാണ്. ഗുരുവിനെ ഉള്ള സംഭവം ഉണ്ടല്ലോ, പക്ഷെ ഗുരുവിനെ ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. ഞങ്ങൾ എടാപോടാന്നൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. മധുവാണ് എന്നെ ക്യാമറമാൻ ആക്കിയത്. മധു ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നിലവിലെത്തില്ല, ഈ നിലയിലെത്തില്ല. ഇപ്പം മധു താമസിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. മദ്രാസിലായിരുന്നു, അവിടെയായിരുന്നു അവരുടെ വീടായിരുന്നു. അവിടെ പോയിട്ടാണ് ശരിക്കും പറഞ്ഞ് ക്യാമറ പഠിച്ചത്. മധുവാണ് എന്നെ പഠിപ്പിച്ചത്. സാർ, ഇന്നത്തെ ഈ ഡിജിറ്റൽ ക്യാമറ രീതിയും ഇതിലൊക്കെ ഇന്നത്തെ സിനിമ വന്നു തുടങ്ങി. അപ്പോൾ പഴയ രീതിയിൽ നിന്ന് എന്തുമാത്രം മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു? ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് നമ്മുടെ അപ്രോച്ച് ഉണ്ടല്ലോ, ഒരു സിനിമയിലുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കഥ പറയുമ്പോൾ നമ്മൾ കൂടെ നടക്കുമല്ലോ, അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ്. സാർ, അതുപോലെ സത്യൻ അന്തിക്കാടുമായി ചേർന്ന് 50-ൽ പരം സിനിമകൾ ചെയ്തു. 50-ൽ പരം സിനിമ. സത്യൻ അന്തിക്കാടുമായുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ സാർ? സത്യൻ്റെ മനസ്സ് വായിക്കാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. സത്യം മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഞാൻ മാനത്ത് കാണുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ സത്യനിടോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ആത്മബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല സത്യം പറഞ്ഞാൽ, കാരണം നമ്മൾ രണ്ടായി വേർതിരിഞ്ഞ് പോയി കഴിഞ്ഞു. ആ സംഭവം ഉണ്ട് ഇപ്പോഴും. അതുപോലെ സത്യൻ അന്തിക്കാടുമായുള്ള കുറേ നല്ല ഓർമ്മകളും അല്ലേ സാർ? ഒരുപാടുണ്ട്. ഒരു ഓർമ്മകളേ ഉള്ളൂ. അതിലേതെങ്കിലും? അങ്ങനെ ഒരു ഓർമ്മയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഓരോ സിനിമയ്ക്കും ഓരോ ഓർമ്മയുണ്ടല്ലോ. സാർ, സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിലെ കഥ പറയുന്ന സമയത്തെല്ലാം സാറും നിങ്ങളിത് ഒന്നിച്ചിരുന്നാണോ കഥ? അതെ. സിനിമ ഒരു സിനിമ നിശ്ചയിച്ച് കഴിഞ്ഞാൽ സത്യം വിളിക്കും, എടോ അടുത്തതായിട്ടുണ്ട്, താൻ വരണോ ചോദിക്കും. ഞാൻ വരണോ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വരുന്നു എന്ന് പറയും. പിന്നെ ഞാൻ പോവും, ഞങ്ങളിരുന്ന്. അപ്പോൾ സീനി ഉണ്ടാവും ആ സമയത്ത്. മിക്ക സമയം സിനിമയിൽ സീനിയുണ്ട്. സീനിയുടെ ഉള്ള തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്ന് പറയുമ്പോഴേക്കും ഈ സിനിമ കഥ ആയിട്ടുണ്ടാവും. ആ കഥയാണ് പിന്നെ ഒരു സിനിമയായിട്ട് വരുന്നത്.
സർ അതുപോലെ നാടോടിക്കാറ്റ്, വരവേൽപ്പ്, തലയുടെ മന്ത്രം, സന്ദേശം എന്നീ സിനിമകളുണ്ട്. ഈ 4 സിനിമകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റാണ്. സർ നാടോടിക്കാറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ചെന്നൈയിൽ പോയിട്ട് അല്ലെങ്കിൽ മദ്രാസിൽ പോയി ഷൂട്ട് ചെയ്ത പടമാണ് നാടോടിക്കാറ്റ്. അത് 6-7 പ്രാവശ്യം അതിൻ്റെ അവിടെ പോവുക, ഷൂട്ട് ചെയ്യുക, വരിക, പിന്നെയും പോവുക, വരിക. കാരണം അത് മുഴുവനാക്കാൻ പറ്റില്ല, എന്തെങ്കിലും കുഴപ്പം വരും എപ്പോഴും. അങ്ങനെ നാടോടിക്കാറ്റ് ഭയങ്കര ഒരു ഓർമ്മകളായിരുന്നു, ഭയങ്കര ഓർമ്മകളായിരുന്നു നാടോടിക്കാറ്റിന്. അത് ശ്രീനിവാസൻ്റെ ഒരു മനോഹര സ്ക്രിപ്റ്റും ആയിരുന്നു. അല്ല, ശ്രീനിവാസൻ്റെ എല്ലാ സ്ക്രിപ്റ്റും മനോഹരങ്ങളാണ്, അതിന് യാതൊരു സംശയമില്ല. മലയാള സിനിമയുടെ എന്താ പറയുക, ഒരു അച്ചാണിയായിരുന്നു ശ്രീനിവാസൻ നമ്മളെ വിട്ടു പിരിഞ്ഞത് നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. ശ്രീനിവാസനെ പറ്റി ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നത് സീനിയുടെ തമാശകളും. ഞാനും സത്യനും ശ്രീനിയും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ സിനിമകൾ മുഴുവൻ ചുരുട്ടി വരച്ച് അല്ലെങ്കിൽ ചൊറിഞ്ഞ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികവും കോഴിക്കോട് തന്നെ ആയിരിക്കും ഞങ്ങളുടെ ലൊക്കേഷൻ. സാർ അതുപോലെ സത്യനന്ദിക്കാട് സാറുമായി ഒരുപാട് സിനിമകൾ ചെയ്തു. എവിടെയെങ്കിലും ക്യാമറാമാനും സംവിധായകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്? അത് സ്വാഭാവികമായിട്ടുണ്ടാവില്ല, എല്ലാ സിനിമയും ഉണ്ടാവും അത്. പക്ഷെ അത് അഭിപ്രായ വ്യത്യാസമല്ല, അത് സിനിമ നന്നാവാൻ സിനിമ 2 കാഴ്ചപ്പാടാണ്. ഒരു സിനിമയുടെ തന്നെ 2 കാഴ്ചപ്പാടാണ്. അത് വരുമ്പോൾ നാച്ചുറലി അവിടെ ആരായിരിക്കും എപ്പോഴും ജയിക്കാറുള്ളത്? അങ്ങനെയല്ല, ആരും ജയിക്കലില്ല. 2 പേരും തല്ലുകൂടൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൽ നല്ലത് എന്ന് വെച്ചാൽ അതെ, അതാണ് നിങ്ങൾ കാണുന്ന സിനിമ. അതിലെ നല്ലതാണ് നിങ്ങൾ കാണുന്ന സിനിമ. സാർ ഇന്ന് വീണ്ടും സത്യനന്ദിക്കാണ്ട് ഒരു സിനിമയിലേക്ക് സാറിനെ വിളിക്കുന്നു എങ്കിൽ അത് ഏത് തരം സിനിമകൾ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം? ഇപ്പൊ സത്യനന്ദിക്കാണ്ട് സിനിമകളും പഴയ സിനിമകളിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്, ധാരാളം മാറിയിട്ടുണ്ട്. ആ പഴയ സിനിമ ചെയ്യാനാണോ ഇഷ്ടം, ഇന്നത്തെ സിനിമ ചെയ്യാനാണോ സാറിനെ സംബന്ധിച്ച്? അല്ല, നമ്മളെപ്പോഴും കാലഘട്ടത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാണ് ആൾക്കാർക്ക് ഇഷ്ടം വെച്ചാൽ നമ്മളത് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ, അത് യാതൊരു സംശയമില്ല. സർ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ തലമുറ ചെയ്തിരുന്ന കുറേ സിനിമകൾ ഇന്നും അതിനാവശ്യക്കാരെപ്പോഴും ഉണ്ട്. ഇന്നും നമുക്ക് തലയണ മന്ത്രവും സന്ദേശവും ഒക്കെ കാണുമ്പോൾ ഇന്നും പുതുമ നഷ്ടപ്പെടുന്നില്ല. അല്ല, സന്ദേശമൊക്കെ ഒരിക്കലും പുതുമ നഷ്ടപ്പെടില്ല. അതിൻ്റെ കഥയായാലും ശരി, അതായത് ഈ സന്ദേശം എന്നുള്ള സിനിമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാണ്ട് നേരത്തെ ഇരുന്ന് എഴുതി അത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. അതെ, കറക്റ്റ്. അതാണ് വരാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാം. അത് ഭയങ്കര അത്ഭുതമാണ്. സർ തിലകൻ സാറിൻ്റെ ആക്സിഡൻറ്റ് കാരണം ക്ലൈമാക്സ് സീന് മറ്റൊരാളെ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു അനുഭവം സാറ് പറഞ്ഞ ഇൻ്റർവ്യൂകളിൽ കേട്ടിട്ടുണ്ട്, അതൊന്ന് പറയാമോ സാർ? തിലകൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭയാണ്. അയാളുടെ ജീവിതം മുഴുവൻ സിനിമയിലാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നാടോടിക്കാറ്റിൻ്റെ ക്ലൈമാക്സ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ട് തിലകൻ വരും ഇപ്പോൾ നാളെ തിലകൻ വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഫോൺ വരുന്നത്, തിലകൻ ആക്സിഡൻ്റ് ആയിരുന്നു. അതോടെ ഇനി എന്ത് ചെയ്യും? അപ്പോൾ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ആ പടം വേണ്ട, വിട്ടേക്കാം. അപ്പോൾ അങ്ങനെയല്ല, ആ പടം വിടാൻ പറ്റില്ല. ആ പടമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നമുക്ക് വീണ്ടും അത് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഉൾവിളി വന്നത് അന്നാണ് വന്നത്. തിലകൻ ചേട്ടൻ ആക്സിഡൻ്റായിട്ട് തിലകൻ ചേട്ടൻ പെട്രോൾ അടിച്ചിട്ട് അവിടെ വെളിയിൽ തിരിഞ്ഞപ്പോഴാണ് വന്ന് വണ്ടി ഇടിച്ചു പോകുന്നത്. തിലകൻ ചേട്ടൻ ഒരിക്കലും നമ്മളെ എണീറ്റ് വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ തിലകൻ ചേട്ടൻ വന്ന ആ പടം ഇങ്ങനെ ആയി മാറിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് അതിനകത്ത്. ഇങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ അത് എങ്ങനെ മാനേജ് ചെയ്തു തിലകൻ സാർ ഇല്ലാതെ? തിലകൻ ചേട്ടന് അന്നത്തെ കാലത്ത് ഡബ്ബിങ് ആണല്ലോ. തിലകൻ ചേട്ടൻ്റെ ശബ്ദമാണ് അതിൽ പല ഭാഗത്തും ഡബ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. തിലകൻ ചേട്ടനെ പലപ്പോഴും ഡബ് ചെയ്ത് കയറ്റി അവിടെ തിലകൻ ചേട്ടൻ പറയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തിരക്കഥ ദൈവം ഉണ്ടാക്കുന്നതാണ്. ആ തിരക്കഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടോടിക്കാറ്റിൻ്റെ ക്ലൈമാക്സ്.
മോഹൻലാൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു ക്യാമറാമാൻ എന്ന നിലയിൽ മറ്റ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും ഒരുപാട് മുഹൂർത്തങ്ങൾ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് താങ്കൾ. അത് ഒത്തിരി സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ എന്ന ആക്ടറിനെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര അത്ഭുതമായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നെ കരയിപ്പിച്ചിട്ടുള്ളതും ചിരിപ്പിച്ചിട്ടുള്ളതും മനുഷ്യനാണ് മോഹൻലാൽ. മോഹൻലാൽ എന്ന നടൻ. സത്യം പറഞ്ഞാൽ ഹിന്ദു അല്ല, മോഹൻലാലിനെ ഒരു ഷൂട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ മൊട്ടിടിക്കാൻ തുടങ്ങി. കാരണം ഇയാൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് അഭിനയിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല. ഇങ്ങോട്ട് എന്താണ് എക്സ്പ്രഷൻ അല്ല എന്താണ് ഇയാളുടെ ഭാവം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പേപ്പർ വായിച്ച് അതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ തന്നാൽ പിന്നെ പുള്ളിയാണ് അത് അഭിനയിച്ച് ഉണ്ടാക്കുന്നത്. മോഹൻലാൽ എന്നുള്ളത് ഒരു അത്ഭുത പ്രതിഭയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മോഹൻലാൽ. മോഹൻലാലുമായുള്ള സൗഹൃദം എങ്ങനെയാണ് സാർ? നല്ല സൗഹൃദമാണ് ഇന്നും. അതെ, ഇന്നാളിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വർഷങ്ങളിലുള്ള ഒരു ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ വേറെ ഒരു ലോകത്തിലേക്ക് പോകും. പഴയ കാര്യങ്ങളൊക്കെ വല്ലതൊക്കെ ചൊറഞ്ഞ് ചിരിച്ച് യാതൊരു ഒരു 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 മറയില്ലാത്ത മനുഷ്യനാണ്. വേറെ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണ്ട, പുള്ളിയാണ് അഭിനയിക്കുന്നത്. സാർ, ഏതെങ്കിലും ടേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു ടേക്ക് ഉണ്ടോ സാർ? അങ്ങനെ ഒരു ടേക്ക് അയ്യോ ഇത് വേണ്ട അങ്ങനെ തോന്നിയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം അയ്യോ ഇത് വേണമായിരുന്നല്ലോ എന്ന് തോന്നിയ ടേക്കുകളാണ് കൂടുതലുള്ളത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടായിരുന്നോ അത്ഭുതപ്പെടുത്തിയ ടേക്കുകൾ? എല്ലാം അത് മനുഷ്യനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ലാൽ എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് സത്യൻ ചോദിക്കും ഓക്കെ ആണോ ചോദിച്ചാൽ എനിക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ലാലിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ കരഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ചിരിച്ച് ക്യാമറ തട്ടി വീണ് വഴക്കായി ഞാൻ സത്യനും. കാരണം നാടുവഴി കാറ്റാണ്, നല്ല ഷോട്ടായിരുന്നു അത്. പക്ഷേ ഞാൻ ചിരിച്ച് ഇല്ലാതെയാക്കി കളഞ്ഞു. അതോടെ അവനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അതുപോലെ ഒരു തവണ അഭിനയിക്കുന്നതല്ല അടുത്ത് അഭിനയിക്കും. അല്ല ഒരിക്കലും അല്ല. സാർ, അതുപോലെ മമ്മൂട്ടിയെ ക്യാമറയിലൂടെ കാണുമ്പോൾ ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ മഹാനടനിൽ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയാം. ജെന്റിൽമാൻ, ഈസ് എ ജെന്റിൽമാൻ, യാതൊരു സംശയമില്ല. അതായത് എന്താണ് അഭിനയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇയാളെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. അയാൾ വരും, ഡയലോഗ് പറയും, അഭിനയിക്കും, അത് വേറൊന്നായിട്ട് ഭവിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി. ഇന്നും അതെ, അന്നും അതെ, എപ്പോഴും അതെ, യാതൊരു സംശയവും. ഇന്നും പുതിയ പരീക്ഷണം. അതെ പുള്ളിക്ക് ദൈവം നല്ലോണം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയം ഈ പറഞ്ഞ മാതിരിയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് മോഹൻലാലിൻ്റെ വേറൊരു പതിപ്പാണത്. എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല. അഭിനയിച്ച് കാണുമ്പോഴാണ് നമുക്ക് അയ്യോ ഇങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നല്ലോ അതിനുള്ളത്. ഒരു സങ്കടായാലും ശരി, സ്നേഹമായാലും ശരി, മമ്മൂട്ടി ഒരു അത്ഭുത പ്രതിഭയാണ്, യാതൊരു സംശയമൊന്നുമില്ല. അതുതന്നെയാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം മമ്മൂട്ടി മോഹൻലാൽ. തീർച്ചയായിട്ടും അതെ, യാതൊരു സംശയം. ഇനിയിപ്പോൾ അതേമാതിരി ഒരു കാലഘട്ടം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു റിപ്പീറ്റേഷൻ വരും എന്നുള്ളത്. ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് ആണോ സീനിനെ നല്ലതാക്കുന്നത്, ക്യാമറയുടെ ടെക്നിക്കാണോ സീനിനെ നന്നാക്കുന്നത്? തീർച്ചയായിട്ടും അയാളുടെ പെർഫോമൻസ് തന്നെയാണ്, യാതൊരു സംശയം. അതാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഈ ക്യാമറയിൽ പകർത്തുന്ന ഏതാ പുള്ളിയുടെ പെർഫോമൻസ്. ആ പെർഫോമൻസ് നന്നാവണമെങ്കിൽ എന്താ പറയുക, ആ സംഭവം നന്നായിരിക്കണം. ഇപ്പോൾ ഏത് ഒരു സിനിമയിലൊക്കെ ചിരിയായാലും ശരി, സങ്കടമായാലും ശരി ഒക്കെ ഈ പുള്ളി അഭിനയിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ചിരി വരണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരണമല്ലോ. അത് അവരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. സാർ, ഈ സിനിമ സംവിധായകന്മാരൊഴിച്ചാൽ ഏറ്റവും അടുത്ത സുഹൃത്താരായിരുന്നു സിനിമക്കാരിൽ? പ്രൊഡ്യൂസർ, യാതൊരു സംശയമില്ല. ഞാൻ തമാശ പറഞ്ഞാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ
ഒരു കഥ ഉണ്ടായി വരുമ്പോൾ അതിൽ തിരക്കഥാകൃത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ശ്രീനിവാസനൊക്കെ പടർന്ന് പന്തലിച്ച് വികസിച്ച് നിൽക്കുന്നത്. ഒരു പടം വന്ന് നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് കഥ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതാണ് സീനെന്ന് പറഞ്ഞ് അവരഭിനയിക്കുമ്പോൾ അവരഭിനയിക്കുമ്പോൾ വേറൊരു ഇതാണ്. ഇതല്ല അവർ ഉദ്ദേശിച്ചത്, ഇതല്ല വേറെ മാതിരിയാണ് വന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ശ്രീനിവാസൻ്റെ കൂടെ ചെയ്ത പടങ്ങളെല്ലാം തന്നെ എല്ലാം ഹിറ്റാണ്. എല്ലാം ശ്രീനിവാസൻ്റെ കോഴിക്കോട് ഇരുന്ന് പല സിനിമകളും ഞങ്ങൾ റോട്ടിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് വാചകം അടിക്കുമ്പോൾ ഓരോ കഥകൾ ഇങ്ങനെ കയറി വരും. ശ്രീനിയുടെ കഥകൾ ഓരോന്നും കയറി വരും. അത് സിനിമയായിട്ട് പിന്നെ വരും, അത് സിനിമയിലുണ്ടാവും. അങ്ങനെയാണ് കഥ. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഞങ്ങളിരുന്ന് വാചകം അടിച്ചിട്ട് ഒരു ഓംലെറ്റ് തിന്നാൻ പോക്കുണ്ട് ഞങ്ങളെ അവനും ചുറ്റുമുള്ള. അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ മിസ്സിങ് ആണ്, ഭയങ്കരമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്നു. അതൊന്നും ഒരിക്കലും ഇനി ഉണ്ടാവില്ല. ശ്രീനി ഇവിടെ ഇല്ല, ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്ക് ബോൾഡായിരുന്നു ആ ബന്ധം. ശ്രീനി അത്രയും അടുപ്പമായിരുന്നു. ശ്രീനി മരിച്ചുപോയി എന്ന് പറയുന്നത് ഞാൻ ആ സമയത്ത് കോഴിക്കോട്ടേക്ക് വരികയാണ് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനങ്ങ് തകർന്ന് തരിപ്പണമായി. എന്താ പറയാനുള്ളത് ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ സത്യം. ശ്രീനി മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് സുഖമില്ലാതായിരുന്നപ്പോൾ സാർ കണ്ടായിരുന്നു ആ സമയം? ഇല്ല, ഞാൻ ഒരു സമയത്തും കണ്ടിട്ടില്ല. ശ്രീനി 3-4 പ്രാവശ്യം സുഖമില്ലാതെ ഇരുന്നെങ്കിലും എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. പക്ഷേ ശ്രീനിയുടെ ഒരു മരണം ഭയങ്കര ദൈവത്തിന് ചതിയാണ്. അതൊക്കെ ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞടപ്പാ നമ്മൾ വിളിക്കുകയാണ്. കാരണം ശ്രീനി അവിടെ ആവശ്യമുണ്ട് ദൈവത്തിന്. അവിടെ കഥ എഴുതാൻ ആളെ ആവശ്യമുള്ളൂ. സാർ, അതുപോലെ അന്തരിച്ച നടി സൗന്ദര്യയെക്കുറിച്ച് സാർ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യയെക്കുറിച്ചുള്ള ആ ഓർമ്മകളൊന്ന് പറയാം. ഒരേ ഒരു സിനിമയിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് മനസ്സിനകത്തുണ്ട്. അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഒരു ടെക്നീഷ്യനാണ് ഞാൻ. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടിയെ കണ്ടു കിട്ടാൻ. നാളെ എത്ര മണിക്കാണ് സാർ ഷൂട്ട്? നാളെ 9 മണിക്ക്. 9 മണിക്ക് സൗന്ദര്യമുണ്ട് ഇവിടെ, വിത്ത് മേക്കപ്പ് ഉണ്ട്. അതാണ് അവർ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവില്ല. കാരണം അവർ അങ്ങ് അത്രത്തോളം അതിന് ചേർന്ന് അഭിനയിക്കും. മരിച്ചു പോയത് ഭയങ്കര ഒരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ. മലയാള സിനിമയുടെ ഒരു നഷ്ടം എന്നൊക്കെയാണ് പറയാം. ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സൗന്ദര്യ ജീവനോടെ ഇല്ല എന്നുള്ളത്. സാർ, അതുപോലെ ഒരു സിനിമാറ്റോഗ്രാഫറിൽ നിന്ന് പെട്ടെന്നൊരു സംവിധായകനായി മാറി. അതെങ്ങനെയായിരുന്നു സാർ? അത് ഭയങ്കര അബദ്ധമായിപ്പോയി എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഞാൻ അതിനുള്ളതല്ല. ഞാൻ ഒരിക്കലും ഒരു ക്യാമറാമാനായിരുന്നു, ആയിരുന്നു, ഇന്നും അതെ. അതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയായിരുന്നു? അത് അത് നമ്മുടെ ദിലീപാണ് അതിനുള്ള കാരണം. സത്യം പറഞ്ഞാൽ കഥ പറഞ്ഞ് ഒരു കഥ എൻ്റെ ഒരു ഫ്രണ്ട് സിന്ധുരാജ് എന്ന പേരായിരുന്നു. അയാൾ പിന്നെ വലിയ തിരക്കഥാകൃത്താണ്. സിന്ധുരാജ് ഒരു കഥ എന്ന് പറഞ്ഞു. സിന്ധുരാജിൻ്റെ കഥ കേട്ടിട്ട് ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് വേറെ പുതിയ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിങ്ങനെ ഒരുപാട് പേരെടുത്ത് ആ കഥയൊക്കെ പറഞ്ഞു. ആർക്കും തന്നെ അത് വലിയ താല്പര്യമില്ല. അവസാനമാണ് ഈ കഥ ഒരു സിനിമയായിട്ട് വന്നാലേ നന്നാവുള്ളൂ എന്ന് ആരോ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് അത് സിനിമയായി മാറുന്നത്. അപ്പോൾ സാർ, ഈ സംവിധായകനായതിനു ശേഷം വീണ്ടും സാറ് ക്യാമറാമാനായി വീണ്ടും വർക്ക് ചെയ്തു. ആ സമയത്ത് പണ്ട് കിട്ടുന്ന അതിനേക്കാളും ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു റെസ്പെക്റ്റ് കൂടും. കാരണം ഒരു സംവിധായകനും കൂടിയാണ് എന്നൊരു റെസ്പെക്റ്റിലേക്ക് വന്നില്ലേ സാർ? അങ്ങനെയും പറയാം. അല്ലെങ്കിൽ സംവിധായകനായത് കാരണം അവസരങ്ങൾ കുറഞ്ഞ ഒരു... അതാണ് സത്യം. സംവിധായകനായ ശേഷം നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ ആൾക്കാർ. ഇയാൾ ശരിയാവില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അറിഞ്ഞൂടാ നമുക്കൊന്നും. സാർ, ക്യാമറയ്ക്ക് പിന്നിലെ വിപിൻ മോഹനുണ്ട്, വീട്ടിലെ വിപിൻ മോഹനുണ്ട്. ഏതാണ് സാർ ഏറ്റവും സാറിന് ഇഷ്ടപ്പെടുന്ന? വീട്ടിലെയാണ്. കാരണം ഞാൻ ഒരു നല്ല ഭർത്താവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മനസ്സിലാക്കാത്ത ഒരാൾ എൻ്റെ ഭാര്യ മാത്രമാണ് എന്ന് ഞാൻ പറയാം. പക്ഷെ എന്നെ മനസ്സിലാക്കുന്നതും എൻ്റെ ഭാര്യ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല.
അവളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ ഇന്നും ജീവിച്ചു പോകണം. ഇപ്പം കൂടെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഏത് ഷർട്ട് ഇടണം അല്ലെങ്കിൽ ഇന്ന മാതിരി തല ചെയ്യണം എന്നൊക്കെ അവളാണ് പറയുന്നത്. അവൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ ബ്ലെസ്സിങ്. വലിയ ബ്ലെസ്സിങ്, ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. അതങ്ങനെ നമ്മുടെ ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു സ്നേഹ കല്യാണമായിരുന്നു. ഗിരിജ എന്നാണ് പേര്. ഗിരിജ ഒരു മാഷ്ട മോളാണ്. അവരൊരു പഴയ തറവാടാണ് അവരുടെ. ഞാനവിടെ പോവുകയും കാണുകയും ഒക്കെ ചെയ്ത ശേഷം ഈ കുട്ടിയെ കാണുന്നത് ആദ്യം ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റില്ലെടുക്കാൻ പോയപ്പോഴാണ്. ഗിരിജയുടെ ഒരു അമ്മാവനാണ് അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നത്, കൊച്ചുനാരായണൻ എന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. കൊച്ചുനാരായണൻ്റെ വഴിയാണ് ഞാൻ ഈ ഗിരിജയിലേക്ക് എത്തിച്ചിരുന്നത്. അവിടെ പോയി അവിടെ കണ്ട് എല്ലാം ഇഷ്ടമായി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയുടെ അച്ഛനടുത്ത് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിച്ച് തരുമോയെന്ന്. അച്ഛനൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. സിനിമക്കാരൻ ഇത് വിറ്റിട്ട് പോവോ അതോ കളഞ്ഞിട്ട് പോവോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ അച്ഛൻ ഭയങ്കര ഒരു ജം ഓഫ് എ മാനായിരുന്നു. ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഈ കല്യാണം നടത്തി തന്നത്. സാർ, അതുപോലെ മകൾ മഞ്ജിമ മോഹൻ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് തെന്നിന്ത്യയിലെ ഒരു വലിയ നടിയായി മാറുകയായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടുള്ള വരവും? അത് ആക്സിഡൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അന്ന് എവിടെ ഇപ്പോൾ ഊട്ടി പോവുകയാണെങ്കിൽ ഇവരും കൂടെ വരും. ഫാമിലി വരും. അത് വരും. അപ്പോൾ ഈ മോളെ അങ്ങനെ ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് ഞാൻ പറയും ഇവിടെ അഭിനയിക്കൊന്നുമില്ല, അല്ല ഒന്ന് നോക്കാം, അങ്ങനെയാണ് അവൾ. പക്ഷെ അവൾക്ക് ഒരു ശരിയായ ടാലൻ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ അത് ബാലതാരം എന്നത് വളരെ ഫേമസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. അപ്പോൾ സാർ ആ സമയത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അമ്മ കൊണ്ടുപോകായിരുന്നു? അതെ അധികം സാറൊന്നും നല്ല തിരക്കുള്ള സമയമാണ്. തിരക്കുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ജീവിതത്തിലെ 2 മക്കളാണ് എനിക്ക്. മൂത്ത മോനുണ്ട്, വിവേക്, അനിമേറ്ററാണ്, അനിമേഷനൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവനെ അനിമേറ്റർ ആക്കാൻ ഞാനാണ് പറഞ്ഞത് നീ ഇന്നിത് പഠിച്ചു നോക്കുക എന്നുള്ളത്. കാരണം എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ. അവനത് പഠിച്ചത് എനിക്ക് തോന്നുന്നു അവൻ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി എന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ മഞ്ജിമ രണ്ടാമത് വന്നത് ഒരു വൻ ഹിറ്റ് സിനിമയിൽ കൂടിയാണ്. അതെ, നായികയായിട്ട് വന്നത് വടക്കൻ സെൽഫി. അത് കഴിഞ്ഞും കുറേ സിനിമയിൽ അഭിനയിച്ചു അവള്. ഇപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് ചെന്നൈക്കാരി തമിഴത്തിയായി. തമിഴ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. ഇന്നാളെ ചൂഴൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ചൂഴൽ എന്നാണ് അതിൻ്റെ പേര്. വെബ് സീരീസ് ചൂഴൽ എന്ന് പറഞ്ഞാൽ ചുറ്റം അങ്ങനെ എന്താണ് പേര്. അതിൽ അവൾക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത്. കഴിഞ്ഞ വർഷത്തെ തമിഴ് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയ നന്നായി. അവൾ നല്ല ആക്ട്രസ്സാണ്. പക്ഷെ അവളുടെ ഒരു കഴിവനുസരിച്ച് അവൾ മുന്നോട്ട് വരുന്നില്ല എന്നൊരു കുറച്ച് ഡാൻസിലൊക്കെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടല്ല, നന്നായി ഡാൻസ് ചെയ്യും. പക്ഷെ അവൾ ഇനിയും നല്ലൊരു ആക്ട്രസ്സായി മാറണം, അല്ലെങ്കിൽ മാറട്ടെ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. മാറണം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ സാർ, മരുമകൻ ഒരു വളരെ പ്രശസ്തനായ നടനാണ്, നമ്മുടെ ഗൗതം കാർത്തിക്. ഗൗതം ഒരു ജം ഓഫ് എ മാനാണ്. ഒരു സ്വീറ്റ് ബോയ്, വെരി സ്വീറ്റ് ബോയ്. ഒരു ഫാമിലി അതെ, അവനും അതെ. അവൻ്റേതായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ അല്ലാണ്ട് ഒരു ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിനിമയിൽ. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും അവനില്ല. പക്ഷേ അവൻ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും. അവൻ നല്ലൊരു ആക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇനി എന്നാണാവോ ഇതൊക്കെ നന്നായിട്ട് വരണ്ടേ ദൈവത്തിന്. സാർ, അതുപോലെ മകൾ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ഉപദേശങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കാറുണ്ടായിരുന്നു? ഇല്ല, ഒന്നും കൊടുക്കാറില്ല. അവളിഷ്ടപ്രകാരം ചെയ്യാൻ പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ആക്ടറെ നമ്മൾ കെട്ടാൻ പറ്റില്ല. ഒരു കയറിട്ട് കെട്ടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ആണിയടിച്ച് അവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അവരെ ഇഷ്ടപ്രകാരം അങ്ങ് വിടും. ഞാൻ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സാർ, അതുപോലെ 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സാർ തോന്നുന്നത്? തിരിഞ്ഞു നോക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഭയങ്കര സങ്കടം വരും.
അല്ലെങ്കിൽ മിസ് ചെയ്യും ഭയങ്കര സംഭവങ്ങൾ. ഒരുപാട് ആളുകളെ മിസ്സാവും. കൂടെ അഭിനയിച്ച ആളുകളെ മിസ്സാവും, കൂടെ വർക്ക് ചെയ്ത ആളുകളെ മിസ്സാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പം മോളുടെ കാര്യം തന്നെ ഞാൻ അവളെ മിസ്സാവുന്നു ഭയങ്കരമായിട്ട്. പണ്ടത്തെ കാലത്ത് അതുപോലെ സിനിമയിലെ ടെക്നീഷ്യൻസിനെ പുറം ലോകത്ത് അറിയുക കുറവായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് അറിയില്ലായിരുന്നു. ഇല്ല. പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഇങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്ന ഇത് ബിമോൻ സാറാണ്, പഴയ ഇത്രയും സിനിമ ചെയ്ത ആളാണ് എന്നറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ? സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം കഴിഞ്ഞില്ല ഇത്. ഇനിയില്ലല്ലോ. കഴിഞ്ഞു പോയ സിനിമകളൊക്കെ കഴിഞ്ഞു പോയി. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതിൻ്റെ ഒരു സങ്കടം തീർച്ചയായിട്ടും ഉണ്ട്. സാർ, ഈ തലയണ മന്ത്രം എന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ഒരുപാട് ആൾക്കാരെ ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. ആ സിനിമയുടെ വിശേഷങ്ങളൊന്ന് പറയൂ സാർ. തലയണ മന്ത്രത്തിലെ ഏറ്റവും എൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് ഉർവശിയാണ്. ഉർവശിയ എന്നുള്ള ഒരു നടിയില്ലാതെ തലയണ മന്ത്രം ഒരിക്കലും ഉണ്ടാവില്ല. വേറെ ആരെയും കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഉർവശി തന്നെയാണ് ആ കാര്യത്തിൽ. ഉർവശി അന്ന് എനിക്ക് ഏറ്റവും എന്നെ മോഹിപ്പിച്ചിട്ടുള്ള നടിയാണ് ഉർവശി. ഇങ്ങനെ ഈ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നല്ല ഉണ്ട് ഇപ്പോഴും. അത് ഇനി എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉർവശിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. അതിനുള്ള ഒരു കഥയൊക്കെ ഒന്നും പിന്നെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യാറില്ല എന്നുള്ള സത്യം. കാരണം ഞാനൊരു മടിയനായതുകൊണ്ട് ട്രൈ ചെയ്യാറില്ല. ഇപ്പോഴും അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയും കാണുമ്പോൾ സംസാരിക്കും. അല്ലാതെ അതിനു വേണ്ടി വിളിച്ച് അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പിന്നെ ഭയങ്കര സൗഹൃദം. സന്ദേശം, വരവേൽപ്പ്, അങ്ങനെ കുറേ നല്ല സിനിമകൾ. അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് സമയത്തുള്ള എന്തെങ്കിലും ഓർമ്മിക്കപ്പെടുന്ന മുഹൂർത്തങ്ങളുണ്ടോ സാർ? ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും നന്നായി ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോന്ന് നടക്കുമ്പോൾ ആ സമയത്ത് നടക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും സംഭവം ഇന്ന മാതിരിയാണ്. പിന്നെ അത് മറന്നു പോകും സത്യം. അത്രയ്ക്ക് തിരക്കുമായിരുന്നു. അത്ര ഒന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാലത്തൊരു ഷൂട്ട് ചെയ്തിട്ട് വൈകുന്നേരം വന്നിട്ട് തിരിച്ച് വേറെ ഷൂട്ടിങ്ങിന് പോയാൽ അങ്ങനെ ഒരു സമയം 2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലത്ത് വന്ന് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകണമെന്നും പറഞ്ഞ് പോയിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം നാളെ ഈ ഷൂട്ട് തുടങ്ങി അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഈ സംഭവം നടക്കില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു. ആ കണ്ടിന്യൂഷനൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? 2 സിനിമയും 2 തരം ആൾക്കാരും. അതെന്താ പറയണ്ടത്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എനിക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അത്. സർ, ഇന്നത്തെ ഈ പുതിയ തലമുറയിലെ സിനിമയിൽ പഴയതിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ് സാർ? സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ പഴയ സിനിമയുടെ ഒരു മാജിക് ഉണ്ട്, ഇന്നത്തെ കാലത്ത് കിട്ടുന്നില്ല. ഒരിക്കലുമില്ല. അതായത് അത് ഒരുപക്ഷെ ആ സംഭവിക്കുന്ന സിനിമയുടെ ഒരു മാജിക് ആയിരിക്കും. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം സിനിമയിൽ കിടക്കണ കൊണ്ടാണ് അത് സക്സസ് ആവുന്നത്. നമ്മുടെ കുടുംബവുമായൊക്കെ ബന്ധപ്പെട്ട കഥകളൊക്കെ അതെല്ലാം ഇന്ന് മാറി. ഇന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അതുപോലെ പണ്ട് ഒരുപാട് നല്ല പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് നല്ല സിനിമ, നല്ല സന്ദർഭങ്ങളായാലും ശരി, പാട്ടുകളായാലും ശരി. ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് മെക്കാനിക്കലാണ് ഇന്ന് സിനിമ എന്ന് പറയുന്നത്. സർ, ചെയ്തതിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു ഗാനമുണ്ടോ സാർ? പഴനിയിൽ വെച്ചെടുത്തൊരു സിനിമയുണ്ട് ഞാൻ ഉർവശി അഭിനയിച്ചു, മഴവിൽക്കാവടി. അതിൽ ഭയങ്കര തന്നെ അതിലെ പാട്ടുകളായാലും ശരിയൊക്കെ തന്നെ എപ്പോഴും ഇന്നും ആ പാട്ടുകളും ഇപ്പോഴും പഴനി പോകുമ്പോൾ എനിക്ക് ആ ഒക്കെ ഓർമ്മ വരും. അതുപോലെ സാർ, ജയറാമുമായൊക്കെ ഉള്ള ജയറാമുമായി സത്യനിക്കാട് ജയറാം ടീമുകൾ ഒരുപാട് സിനിമകൾ ചെയ്തു. ജയറാമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും ഒരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ ഞാൻ സീനിയായിട്ടുള്ള ഒരു സ്നേഹബന്ധം പോലും ജയറാമായിട്ട് ഇല്ലേ. കാരണം വെച്ചാൽ അത് വിട്ടുപോയി. അങ്ങനെ ഒരു ആക്ടർ, ക്യാമറാമാൻ, ആക്ടറായിപ്പോയി പുള്ളി നല്ല ആക്ടറാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ഈ സ്നേഹബന്ധം ഇല്ലാതായിപ്പോയി. ഇപ്പം മോഹൻലാലുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഇന്ന് വേറെ ആരുമായിട്ടില്ല. അത് സത്യമാണ് സാർ. അതുപോലെ സുരേഷ് ഗോപിയുമായി വർക്ക് ചെയ്തിട്ടില്ലേ സാർ? വർക്ക് ചെയ്തിട്ടുണ്ട്. സമൂഹം, പിന്നെ രണ്ടാം ഭാവം ഒക്കെ ഞങ്ങൾ
ഒരു പ്രത്യേക മനുഷ്യനാണത്. അത് സാർ അതുപോലെ ലാൽ ജോസിൻ്റെതായിരുന്നു രണ്ടാം ഭാവം. രണ്ടാം ഭാവം. ലാൽ ജോസുമായിട്ടുള്ള ലാൽ ജോസിൻ്റെ ഏറ്റവും നല്ല സിനിമ ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ്. രണ്ടാം ഭാവം തന്നെയാണ്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. ലാൽ ജോസ് നല്ല ഡയറക്ടറാണ്. ഒരു കർക്കശക്കാരനായ ഡയറക്ടറാണോ സാർ? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയുന്നല്ലാതെ അതിനൊന്നൊക്കെ നന്നാക്കാനുള്ള പുള്ളിയുടെ ഒരു താല്പര്യമുണ്ട്. സാർ അതുപോലെ KPC ലളിത, നെടുമുടി വേണു, ഇവരൊക്കെ ആയിട്ട് KPC ലളിത, നെടുമുടി വേണു, ഇന്നസെന്റ്, തിലകൻ സാർ, ഇവരെല്ലാം ഒടുവിൽ ഉണ്ണീഷൻ, ശങ്കരാടി, ഇവരൊറ്റക്കുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു? അയ്യോ, അവരൊക്കെ മാസ്റ്റേഴ്സാണ് എല്ലാവരും. തിലകൻ ചേട്ടനാണ് ശരി, ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഭയങ്കര ആക്ടറായാണ്. ഇവരെല്ലാം സിനിമാ സെറ്റുകളിൽ ഒന്നിച്ചിരുന്ന് കാര്യം പറയുകയും അന്ന് ഈ കാരവാൻ സ്റ്റൈലില്ലല്ലോ സാർ. ഇല്ല, അതൊരു പ്രത്യേക ഒരു കുടുംബ അന്തരീക്ഷത്തിൽ അല്ലായിരുന്നു. ചെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുപാൻ കുറേ ചെയറിട്ടിരുന്ന് സംസാരിക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ ഒന്നും. അവിടെ നിന്നെല്ലാം സിനിമ ഒരുപാട് മാറി, ഒരുപാട് മെക്കാനിക്കലായി പോയി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വന്നാൽ തന്നെ ഏതാ എൻ്റെ റൂം അല്ലെങ്കിൽ എൻ്റെ കാരവൻ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അവിടെ ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര അകലം വന്നു അവിടെ. സാർ അതുപോലെ എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തതിലൊന്ന് ബാലേന്ദ്ര മേനോനാണ്. ബാലേന്ദ്ര മേനോനുള്ള അനുഭവങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ബാലേന്ദ്ര മേനോൻ ഭയങ്കര മിടുക്കനാണ്. പുള്ളി മനസ്സിൽ വിചാരിച്ചത് പുള്ളി എടുത്തിരിക്കും, അല്ലെങ്കിൽ പുള്ളി എഴുതി കൊണ്ടുവന്നിരിക്കും. അത് കിട്ടുന്നത് വരെ അത് യാതൊരു സംശയമില്ല. മേനോനായിട്ട് ഇപ്പോഴും നമ്മൾ അടുത്ത ബന്ധത്തിലുണ്ട്, സ്നേഹത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ ഒന്നും അങ്ങ് ഒട്ടുന്നില്ല. പശ പോയെന്നാ തോന്നുന്നത്. അപ്പൊ സാറിന്റെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നില്ലേ? എൻ്റെ കൂടെ ടീം എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്, മാറ്റമൊന്നുമില്ല. അതിൽ ഒരാൾ വലിയ ഒരു ക്യാമറാമാനായി, ഷാജി കുമാർ. എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ ശിഷ്യനുമായിരുന്നു. പിന്നെ നാരായണസ്വാമി അങ്ങനത്തൊരു മണ്ണാർക്കാടുകാരനാണ് പുള്ളി. അതെ, അവരൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ് ഇവരൊക്കെ. അവരുടെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഷാജികുമാർ സാറിന്റെ ടീമിലുള്ളതായിരുന്നു. ഷാജികുമാർ ഇന്നത്തെ ഏറ്റവും തിരക്കുള്ള ക്യാമറാമാൻമാരിലുള്ള ഭയങ്കര മിടുക്കനാണ്. മുരുകൻ പോലെയുള്ള ഹിറ്റ് സിനിമകളുടെയൊക്കെ. അതെ, യാതൊരു സംശയമില്ല. മിടുക്കനാണ്, കാര്യങ്ങളൊക്കെ അറിയാം. അവരെല്ലാം കാണാൻ വരാറൊക്കെ ഉണ്ടോ സാർ? അങ്ങനെ കാണാൻ വരാ ഇവരാരും, അതല്ല ഞാൻ പറഞ്ഞത്, ബന്ധങ്ങൾ പോയി. സിനിമയ്ക്കകത്ത് ഇപ്പോൾ അതായത് അന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചു, ഈ ഇപ്പോഴത്തെ സിനിമയുടെ അകത്ത് ശരിയായ ബന്ധുവില്ല, ശരിയായ ശത്രുവില്ല. നമ്മൾ കാണുമ്പോൾ കാണുന്നു, ഹലോ പറയുന്നു, ശരി പോട്ടെ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സാർ ഈ പട്ടണത്തിൽ സുന്ദരനിൽ ദിലീപും നവ്യ നായരും ആയിരുന്നു ജോഡികൾ. അവരിലേക്ക് എങ്ങനെയാ സിനിമയിലെ ആ കഥാപാത്രങ്ങൾ അവർ ചെയ്താൽ നന്നാവുമെന്ന് എങ്ങനെ എത്തി സാർ? അതിൽ സാർ ഒരു ക്യാമറാമാൻ മാത്രമല്ല, സംവിധായകനുമാണ്. പട്ടണത്തിൽ സുന്ദരൻ എന്നുള്ള സിനിമ സംഭവിച്ചതേ ഒരു അത്ഭുതമാണ്. അല്ലാതെ അതിനപ്പോൾ ഞാൻ പറഞ്ഞേ, ചിലത് ഒരു നിമിത്തമാണ്, ചില സംഭവങ്ങൾ. അത് പട്ടണത്തിൽ സുന്ദരൻ അതിൽ വന്നത്. ഒരിക്കലും അതൊരു സിനിമയായി മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ സംഭവിച്ചു പോയി. അതുപോലെ കൊച്ചിൻ ഹനീഫ, അതിലൊരു വലിയ ക്യാരക്ടർ. കൊച്ചിൻ ഹനീഫയുടെ കാര്യമൊന്നും പറയാൻ, നല്ലൊരു മനുഷ്യനായിരുന്നു. എഴുത്തില്ല പറഞ്ഞേ, ഈ ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, ശങ്കരാടി, ഇവരൊക്കെ നമ്മളെ മിസ് ചെയ്ത് പോവുകയാണ്. അവരൊക്കെ നമ്മുടെ മുമ്പ് കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് ടാറ്റ പറഞ്ഞു. ഇടയ്ക്ക് പ്രിയദർശൻ്റെ ഒരു അഭിമുഖത്തിൽ പ്രിയദർശൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സിനിമയിലൊരു കോമഡി രംഗം എടുക്കുന്ന സമയത്ത് പപ്പു, ജഗതി, ഇന്നസെന്റ്, ഇവരെയൊന്നും ഇല്ലാതെ ഒരു രംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരിക്കും, ശരിയാ. പ്രിയന് കുറേ കൂടെ ഒരു വൈഡായിട്ടുള്ളൊരു ക്യാൻവാസ് അറിയാമല്ലോ. ശരിയാ പ്രിയം പറഞ്ഞത്. നമ്മൾ എന്താ, പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല, ഇതിപ്പോൾ ഇയാളല്ലെങ്കിൽ ഇന്നാളെന്ന് നമുക്ക് ആലോചനയിലില്ല. അതിനൊരു പകരക്കാരനില്ല. സാർ ഇപ്പോൾ ഈ ഒഴിവ് സമയങ്ങൾ സാർ എങ്ങനെ ചെലവഴിക്കും? ഒഴിവ് സമയങ്ങൾ ഭയങ്കര കഷ്ടമാണ്. ഞാൻ കുറേ വായിക്കും, കുറച്ച് സിനിമ കാണും, ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ പഴയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു താല്പര്യമുണ്ടല്ലോ, അതുണ്ട്. യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യാത്രകളൊന്നും നടക്കുന്നില്ല. കാരണം ഒരുപാട് പൈസ വേണം യാത്രയ്ക്ക്. ടിക്കറ്റ് എടുത്തു, അവിടെ താമസിച്ചു, ഇവിടെ താമസിച്ചു, അതിൽ സങ്കടം.
സാർ അതുപോലെ പുതിയ സിനിമകൾ കാണാറുണ്ടോ സാർ ഇന്ന്? കാണാറുണ്ട്. പുതിയ സിനിമകൾ കാണുമ്പോൾ ഞാൻ ചെയ്തിരുന്ന പഴയ സിനിമകളിൽ നിന്ന് ഒരുപാട് മാറി സിനിമ എന്ന് തോന്നാറുണ്ട്. അതിൽ എന്തൊക്കെയായിരിക്കും? ചിലത് ഇതിങ്ങനെ വേണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ സിനിമയും തോന്നുകയോ ഇതിങ്ങനെയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഈ സീൻ ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത് തോന്നാറുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. സാർ ഇന്ന് ഈ പുതിയ തലമുറയിൽ വരുന്ന ക്യാമറാമാൻമാർക്ക് അവർക്ക് ഒരു ഇത്രയും അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ കൊടുക്കാൻ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും സാർ? അതായത് വിശ്വാസം, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വിശ്വസിക്കുക, ഇത് ചെയ്യാൻ പോകുന്ന സിനിമ ഇന്ന മാതിരിയാണ്, അല്ലെങ്കിൽ ഇതിൽ ഇന്ന് ചെയ്താൽ അത് നമുക്ക് അറിയണം ആ സിനിമ എന്താണെന്നുള്ളത്. സിനിമ എന്താണെന്ന് അറിയാതെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സംവിധായകനെ പോലെ തന്നെയാണ് ഒരു ക്യാമറാമാനും സിനിമ ഫുൾ അറിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമ അവൻ ഇപ്പോൾ നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറയുകയെന്ന് വെച്ചാലും ഏറ്റവും വലിയ ഡയറക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറാമാൻ തന്നെയാണ്, യാതൊരു സംശയം. സാർ അതുപോലെ ഒരു ക്യാമറ വെച്ചിട്ടേ സാർ ഇതായിരിക്കും ആ ഫ്രെയിം വരുന്ന ഒരു ഏരിയ ഉണ്ടാവും, അവിടുത്തെ ഇന്ന സ്ഥലത്ത് നിന്നാൽ ഇത്രയും നന്നായിരിക്കും എന്ന് അറിയുന്ന നടന്മാരും നടിമാരുമായിരിക്കും കൂടുതലും. അതിൽ അങ്ങനെ അത്ഭുതപ്പെടുത്തിയ നടനോ നടിയോ ഉണ്ടോ സാർ? ഒരുപാട് പേരുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ ആ സമയത്ത് ആ എക്സ്ട്രാ അല്ല വരുന്നത്. അവരങ്ങ് പറഞ്ഞു പോകുന്നതാണ്. സാർ ഇത് ഇവിടെ വെച്ചാൽ അതിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയാറുണ്ട്, സാർ ഈ ക്യാമറ ഈ ലൈറ്റ് ഇവിടെ വയ്ക്കുക, അല്ലെങ്കിൽ ഈ ക്യാമറ ഇവിടെ വയ്ക്കുക, നമുക്ക് ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ അവർ പറയുന്നത് വളരെ 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 ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നെക്കാട്ടിലും കൂടുതൽ തെളിവ് അവരുടെ മനസ്സിനകത്തുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കൂടെ നിൽക്കുന്നവരിങ്ങനെ പറയുന്നത് അത് അംഗീകരിക്കേണ്ട ഒരു മനസ്സാണ് ഏറ്റവും വലുത്. അത് നല്ലത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ സത്യമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ലാതെ അയാളല്ലേ പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അത് അയാളുടെ കഴിവാണ്, അയാൾക്ക് തീർച്ചയായിട്ടും. സാർ സത്യനന്ദിക്കോടുമായി വളരെ വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു താങ്കൾ. ഇപ്പോഴും ആ സൗഹൃദം അതുപോലെ തുടർന്ന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും കാണാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല ആ സൗഹൃദം പോയി. ആ സൗഹൃദം സിനിമയോടെ പോയി. സിനിമ ചെയ്യാത്ത, അതായത് ഈ സിനിമ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബന്ധവും സിനിമ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ബന്ധം രണ്ടും വ്യത്യാസം. സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അടുപ്പമായിരിക്കും, ഇയാൾ പറയണത് ശരിയാണ്, അയാൾ ചെയ്യണത് ശരിയാണ് എന്ന് തോന്നും. പക്ഷേ സിനിമ ചെയ്യാതിരിക്കുമ്പോൾ ഇയാൾ എന്താ ഇങ്ങനെ പറയണമെന്ന് തോന്നും. സാർ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു സാർ? സർവമായ എന്നൊരു സിനിമ വന്നു. അതൊരു ഡിഫറെൻറ്റ് സിനിമയാണ്. ഡിഫറെൻ്റായിട്ട് ഒരു ചെറിയ പഴയ കാലത്തിലേക്ക് അതെ ഒരു അപ്രോച്ച് ചെയ്ത സിനിമയാണ്. അതെനിക്ക് ഇഷ്ടമായി നന്നായിട്ട്. ഇപ്പോൾ അതിൽ അഭിനയിച്ച ആരായാലും ശരി, അതിൽ മറ്റേ സത്യൻ അന്തിക്കാടിൻ്റെ മോനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. നല്ല സിനിമയായിരുന്നു അത്. മലയാള സിനിമയുടെ ഒരുപാട് നല്ല ഫ്രെയിംസ്, അതായത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളെ നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണെന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. സിനിമയുടെ ഒരുപാട് പിന്നാമ്പുറ കാഴ്ചകളെ പറ്റിയും അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുകയുണ്ടായി. ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ച ബിപിൻ സാറിന് നന്ദി. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. അപ്പോൾ ഇങ്ങനെ ഒരു ഓണാശംസ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും.